ഇപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അസ്പരാഗസ് കൊണ്ടൊരു മെഴുക്കുവരട്ടിയാണ്. മെഴുക്കിന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് നോക്കാം. അസ്പരാഗസ് 500 ഗ്രാം, ഓയിൽ 2 ടേബിൾ സ്പൂൺ, റെഡ് ചില്ലി ഫ്ലേക്സ് 1.5 ടേബിൾ സ്പൂൺ, മസ്റ്റാർഡ് 1/2 ടീസ്പൂൺ, ഡ്രൈ റെഡ് ചില്ലി 3 എണ്ണം, 2 പീസ് വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ആവശ്യത്തിന് ഉപ്പ്. ഇനി നമുക്ക് അസ്പരാഗസ് കട്ട് ചെയ്തെടുക്കാം. ഈ ഭാഗത്തെ തൊലി മാറ്റിയ ശേഷം ഒരൽപ്പ കനത്തിൽ ഇത് അരിഞ്ഞെടുക്കാം. അസ്പരാഗസ് കഴിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ: അസ്പരാഗസ് ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്, വെയിറ്റ് ലോസിന് സഹായിക്കുന്നു. ഇതിൽ വിറ്റാമിൻ ഇ, വിറ്റാമിൻ കെ, വിറ്റാമിൻ ബി, ഫോളിക് ആസിഡ് എന്നിവ അടങ്ങിയിരിക്കുന്നു. കിഡ്നിയിലെ ടോക്സിനുകൾ പുറന്തള്ളാനും കിഡ്നി സ്റ്റോൺ തടയാനും സഹായിക്കുന്നു. എടുത്തു വച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ക്യൂബ്സുകളായി അരിഞ്ഞെടുക്കുക. അസ്പരാഗസ് 2 നിറത്തിലുണ്ട്, പച്ചയും വെള്ളയും നിറത്തിലാണ്. സവാളയും കുഞ്ഞു ക്യൂബ്സുകളായി അരിഞ്ഞെടുക്കുക. ഇനി നമുക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും ചെറുതായി അരിഞ്ഞെടുക്കാം. കട്ട് ചെയ്തെടുക്കാനുള്ളതെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാൻ തുടങ്ങാം. പാൻ ചൂടായ ശേഷം അതിലേക്ക് എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായതിന് ശേഷം അതിലേക്ക് കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം നമ്മൾ എടുത്ത് വച്ചിരിക്കുന്ന 3 ഡ്രൈ റെഡ് ചില്ലി എടുത്ത് ഒന്ന് വഴറ്റി കൊടുക്കുക. ഇതിലേക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന സവാള ഇട്ട് മിക്സ് ചെയ്ത ശേഷം അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് ഒന്ന് മിക്സ് ചെയ്യുക. അരിഞ്ഞു വച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് കൂടിയിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഈ സമയത്ത് നമുക്ക് ആവശ്യമായ ഉപ്പ് കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. മീഡിയം ഫ്ലെയിമിൽ പാൻ അടച്ചു വെച്ച് ഉരുളക്കിഴങ്ങ് വേവിക്കാം. ഇപ്പോൾ ഒരു 3-4 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഉരുളക്കിഴങ്ങ് വെന്തോ എന്ന് നോക്കാം. ഇപ്പോൾ ഉരുളക്കിഴങ്ങ് ഏകദേശം ഒരു പകുതി വേവായിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് അസ്പരാഗസ് കൂടിയിട്ട് വഴറ്റിയ ശേഷം ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ പാൻ അടപ്പ് ഉപയോഗിച്ച് അടച്ച് ഉരുളക്കിഴങ്ങും അസ്പരാഗസും വേവിച്ചെടുക്കാം. ഏകദേശം ഒരു 3-4 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ അസ്പരാഗസും ഉരുളക്കിഴങ്ങൊക്കെ വെന്തിട്ടുണ്ട് നന്നായിട്ട്. ക്രഷ്ഡ് ഡ്രൈ ചില്ലി കൂടെ ആഡ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് കുറച്ചുകൂടി ഡ്രൈ ആക്കി എടുക്കാം. അങ്ങനെ നമ്മുടെ അസ്പരാഗസ് മെഴുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റിയെടുക്കാം. വളരെ സിമ്പിളും ടേസ്റ്റിയും അതിലുപരി ഹെൽത്തിയുമായ ഒരു ഡിഷാണിത്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി അമർത്തുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ.